In fifth class, you may have learned about the landscape of Kerala. അഞ്ചാം ക്ലാസ്സിൽ നിങ്ങൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാകും. From this map, we can understand the different physiography of Kerala, like highland, midland, and lowland. First of all, we have talked about highland. Highland is the area with an elevation of over 75 meters from the sea level. സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്ററിന് മുകളിൽ ഉള്ള പ്രദേശത്തെ പറയുന്ന പേരാണ് ഹൈലാൻഡ്. Rain, mist and cool weather prevail in our eastern highland. Rain, mist and cool. മഴ, മഞ്ഞ്, തണുപ്പ് ഇവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാലാവസ്ഥ സവിശേഷതകൾ. This region is a part of the Sahyadri ranges lying well above the sea level. സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ഹൈലാൻഡ്. The following are the geographical factors required for the cultivation of these crops. ഇവിടുത്തെ ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ മലനാട്ടിലെ അല്ലെങ്കിൽ ഹൈലാൻഡിലെ വിളകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ. ടെമ്പറേച്ചർ ബിലോ 30 degree Celsius, abundant rainfall, well drained soil. താപനില 30-ൽ കുറവ്, അബണ്ടന്റ് റെയിൻഫോൾ ധാരാളമായി ലഭിക്കുന്ന മഴ, വെൽ ഡ്രെയിൻഡ് സോയിൽ നീർവാർച്ചയുള്ള മണ്ണ്. മണ്ണ് നനവുണ്ടാവും, അതിനാണ് നീർവാർച്ചയുള്ള മണ്ണ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് ജോഗ്രാഫിക്കൽ ഫാക്ടേഴ്സ്. ഹിയർ ദ ക്ലൈമറ്റ് ഈസ് ഫേവറബിൾ ഫോർ ദ ഗ്രോത്ത് ഓഫ് ടീ, കോഫി and spice crops like cardamom, pepper, ginger and turmeric. ഇവിടുത്തെ വിളകൾ ആണ് ഈ പറയുന്നത്, മലനാട്ടിലെ വിളകൾ. അതിൻ്റെ ചിത്രങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. Which are the crops that the highland region is suitable for? Make a list. മലനാട്ടിലെ വിളകൾ ഏതൊക്കെ വിളകളാണ് മലനാട്ടിൽ കൃഷി ചെയ്യുന്നത്, അതിന് ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. Why can these crops be cultivated in the highland? എന്തുകൊണ്ടാണ് ഈ വിളകൾ മലനാട്ടിൽ കൃഷി ചെയ്യാനായിട്ട് സാധിക്കുന്നത്? Why can these crops be cultivated in the highland? Climatic characteristics required for crop growth, water availability and soil fertility prevail in highland. അവിടുത്തെ കാലാവസ്ഥാ പ്രത്യേകതകളുണ്ട്, അതോടൊപ്പം തന്നെ ജലലഭ്യതയുണ്ട്, ഫലപുഷ്ടമായ മണ്ണുണ്ട്. ഇതെല്ലാം ഇവിടുത്തെ ഈ പറഞ്ഞ വിളകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങളാണ്. John Joseph Murphy, he is Irishman. He is father of rubber cultivation in India. He is a planter. Apart from arranging pensionary benefits for the laborers, he built places of worship and school for the villagers. ഒരു പ്ലാന്റർ മാത്രമായിരുന്നില്ല മർഫി, തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ആരാധനാലയങ്ങൾ, സ്കൂളുകൾ ഇതൊക്കെ അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട്. ജോൺ ജോസഫ് മർഫി, ഫാദർ ഓഫ് റബ്ബർ കൾട്ടിവേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ്. Midland. The Midland includes areas lying between an elevation of 7.5 meters and 75 meters above the sea level.
സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ് മിഡ്ലാൻഡ്. കൺസിസ്റ്റ് ഓഫ് സ്മോൾ ഹിൽസ്, വാലീസ് ആൻഡ് റിവർ ബേസിൻസ്. Look at these pictures. The midland is sandwiched between the lowland and the highland. ലോലാൻഡിൻ്റെയും ഹൈലാൻഡിൻ്റെയും ഇടയിലുള്ള പ്രദേശമാണ്. This region in Kerala is characterized by the most diverse crops. ധാരാളം വിളവൈവിധ്യങ്ങൾ ഉള്ള ഒരു പ്രദേശമാണിത്. cereals, vegetables, tuber crops are part of this diversity. Abundant rainfall, moderately thick layers of alluvial soil in the river basin and laterite soil along the hilly tracts are the favorable geographical factors for the crop diversity in the midland region. ഈ ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണമെന്തെല്ലാം? അബണ്ടന്റ് റെയിൻഫോൾ, ധാരാളമായി ലഭിക്കുന്ന മഴ, moderately thick layers of alluvial soil in the river basin, ഈ നദീതീരങ്ങളിലെ എക്കൽ മണ്ണിൻ്റെയും അതോടൊപ്പം തന്നെ ഹില്ലി ട്രാക്സ്, ലാറ്ററൈറ്റ് സോയിൽ അലോങ് ദ ഹില്ലി ട്രാക്സ്, കുന്നിൻ ചരിവുകളിലെ ലാറ്ററൈറ്റ് മണ്ണിൻ്റെയും സാമാന്യം കനത്ത ആവരണം ഈ വിളവൈവിധ്യത്തിന് കാരണമാണ്. This region is suitable for the cultivation of rubber, which is chief commercial crops of Kerala. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ വിളയായ റബ്ബറിന് അനുയോജ്യമായ സ്ഥലമാണ് മിഡ്ലാൻഡ്. Extensive cultivation of rubber in this region began in the first quarter for the 20th century. Till then, the region was largely devoted to the cultivation of tubers like tapioca, yam, elephant foot yam, and vegetables. Plantain was also prominent. ഇവയൊക്കെ ആദ്യം ഉണ്ടായിരുന്നുവെങ്കിലും ഈ വിളകളെയൊക്കെ കടത്തിവെട്ടിക്കൊണ്ട് ഇപ്പോൾ റബ്ബർ ആണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന വിള. But the crop diversity in the midland is fast giving way to rubber. ഈ വിളകളൊക്കെ ഇപ്പോൾ റബ്ബറിലേക്ക് വഴിമാറിയിരിക്കുന്നു. ഈവൻ സ്മോൾ ലാൻഡ് ഹോൾഡിങ്സ് ആർ നൗ യൂസ്ഡ് ഫോർ റബ്ബർ കൾട്ടിവേഷൻ. ചെറിയ സ്ഥലമുള്ളവർ പോലും റബ്ബർ കൃഷി ചെയ്യുന്നു. വൺസ് പ്ലാന്റഡ്, ദ റബ്ബർ ക്രോപ്പ് ഹാസ് ദ മെറിറ്റ് ഓഫ് ലോങ് ലാസ്റ്റിംഗ് ഈൽഡ്. ഒരിക്കൽ നട്ട് വിളവെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് അവസാനം വരെയും അതിൻ്റെ വിളവെടുക്കാം എന്നുള്ളതാണ് റബ്ബറിൻ്റെ പ്രത്യേകത. Farmers are turning to rubber cultivation instead of traditional crops. What could be the reason? നമ്മുടെ പരമ്പരാഗത വിളകളെ ഉപേക്ഷിച്ച് ഫാമേഴ്സ് എന്തുകൊണ്ടാണ് റബ്ബർ കൃഷി ചെയ്യാനായിട്ട് തയ്യാറാവുന്നത്? എന്തായിരിക്കാം റബ്ബർ തിരഞ്ഞെടുക്കാനായിട്ടുള്ള കാരണം? The cost of cultivation has more than doubled, but the yield has only fallen. Once planted, the rubber crop has the merit of long-lasting yield. മറ്റുള്ള വസ്തുക്കളെ അപേക്ഷിച്ച് ഉൽപാദന ചെലവ് വളരെ കുറവാണ് റബ്ബറിന്. ഒരിക്കൽ നട്ട് വിളവെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ സ്ഥിരമായിട്ട് വരുമാനം കിട്ടുന്ന ഒരു വസ്തുവാണ് റബ്ബർ. ഈ കാരണങ്ങൾ കൊണ്ടാണ് റബ്ബറിനെ ഫാമേഴ്സ് കൃഷി ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. വാട്ട് ചേഞ്ചസ് കുഡ് ദിസ് ഹാവ് ബ്രോട്ട് ഇൻ ദെയർ ലൈഫ് സ്റ്റൈൽ? ഡിസ്കസ്. വാട്ട് ചേഞ്ചസ് കുഡ് ദിസ് ഹാവ് ബ്രോട്ട് ഇൻ ദെയർ ലൈഫ് സ്റ്റൈൽ? ഡിസ്കസ്. ഇങ്ങനെ റബ്ബറിലേക്ക് മാറിയപ്പോൾ ജനങ്ങളുടെ ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? The stable income provided by rubber has led to relatively better financial security among farmers. ഫാമേഴ്സിൽ ഒരു വരുമാനത്തിലൊരു സ്ഥിരത ഉണ്ടാവുകയാണ്. The practice of converting rubber, which used to grow vegetables and household items, into rubber, or using the proceeds to buy and use foodstuffs, has spread to a large number of people. ഇന്ന് ആളുകൾ കൂടുതലായിട്ട് റബ്ബർ കൃഷി ചെയ്യാനായിട്ട് വരുന്നതോടുകൂടി നമ്മുടെ പണ്ടുകാലത്ത് ഇവിടെ ഉൽപ്പാദിപ്പിച്ച ഭക്ഷണ സാധനങ്ങളൊക്കെ ഇപ്പോൾ നാം
പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. Educated people sought other jobs and began to earn a steady income, leading them to culture of consumption. വിദ്യാസമ്പന്നരായ ആളുകൾ മറ്റ് ജോലികൾ തേടി പോവുകയാണ്. സ്റ്റഡി ഇൻകം, വരുമാന സ്ഥിരത നോക്കിയിട്ട് മറ്റ് മേഖലകൾ തേടി പോകുന്നു. ലീഡിങ് ദം ടു എ കൾച്ചർ ഓഫ് കൺസംഷൻ. ഉപഭോഗ സംസ്കാരത്തിൻ്റെ വക്താക്കളായിട്ട് ഇന്ന് ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ. Lowland. The lowland is the area that has an elevation up to 7.5 meters from the sea level. സമുദ്രനിരപ്പിനോട് 7.5 മീറ്റർ വരെ മാത്രം ഉയരമുള്ള പ്രദേശത്തെ പറയുന്ന പേരാണ് ലോലാൻഡ്. ഇറ്റ് ഈസ് എ സാൻഡി ട്രാക്ട്. മണൽ നിറഞ്ഞ പ്രദേശമാണ് ലോലാൻഡ്. അവിടുത്തെ വിളകളാണ് കോക്കനട്ട്, പാടി, പ്ലാന്റെയിൻ, ഷുഗർ കെയിൻ, അറക്കാനട്ട്. The deposits of alluvial soil in the lowlands are ideal for paddy cultivation, and the saline alluvial soil along the coastal stretches for coconut trees. ഇവിടുത്തെ അലൂവിയൽ സോയിൽ, എക്കൽ മണ്ണിൻ്റെ നിക്ഷേപം പാഡി കൾട്ടിവേഷന്, നെൽകൃഷിക്ക് വളരെ അനുയോജ്യമാണ്. അതോടൊപ്പം തന്നെ ഉപ്പുരസമുള്ള എക്കൽ മണ്ണ് തെങ്ങ് കൃഷിക്കും വളരെ അനുയോജ്യമാണ്. Such regions where these crops were once widely cultivated gradually got transformed into settlement. എന്നാൽ ഈ ലോലാൻഡിലുള്ള പല പ്രദേശങ്ങളും ഇപ്പോൾ താമസത്തിന് വേണ്ടി വഴിമാറിയിരിക്കുകയാണ്. അതുകൊണ്ട് സ്ഥലങ്ങളൊക്കെ വളരെ കുറഞ്ഞു വരുന്നു, കൃഷിയൊക്കെ വളരെ കുറയുകയാണ്. കാരണം ട്രാൻസ്ഫോംഡ് ഇൻറ്റു സെറ്റിൽമെൻറ്റ്, കൃഷി ചെയ്ത പ്രദേശങ്ങളിൽ ആളുകൾ താമസിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്നു. ദിസ് ലെഡ് ടു സിഗ്നിഫിക്കൻറ്റ് റിഡക്ഷൻ ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ്. അതുകൊണ്ട് കാർഷിക ഭൂമിയിലെ വളരെയധികം കുറവുണ്ടാകുന്നു. ദ ഹൈക്ക് ഇൻ ദ പ്രൈസ് ഓഫ് സീഡ്സ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് ദ കോസ്റ്റ് ഓഫ് ലേബർ മെയ്ഡ് അഗ്രികൾച്ചർ ഈസ് ലെസ് പ്രോഫിറ്റബിൾ. ഹൈക്ക് ഇൻ ദ പ്രൈസ് ഓഫ് സീഡ്സ്, വിത്തിൻ്റെ വർധനവ്, വില വർധനവ്, ഫെർട്ടിലൈസേഴ്സ്, വളത്തിൻ്റെ വില വർധനവ്, ദ കോസ്റ്റ് ഓഫ് ലേബർ, തൊഴിലാളിക്ക് കൊടുക്കുന്ന ചെലവ്, ഇതുകൊണ്ടൊക്കെ അഗ്രികൾച്ചർ ഇപ്പോൾ എന്തല്ല, ലാഭകരമല്ല, ലെസ് പ്രോഫിറ്റബിൾ. ആസ് എ റിസൾട്ട്, ഇതിൻ്റെ ഫലമായിട്ട് ദ ഫാമേഴ്സ് വെയർ ഫോഴ്സ്ഡ് ടു സ്വിച്ച് ടു അതർ സെക്ടേഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. മറ്റ് മേഖലകളിലേക്ക് തൊഴിലാളികൾ കൃഷിക്ക് വേണ്ടിയിട്ട് പോകുന്നു. അല്ല, കൃഷി ഉപേക്ഷിച്ച് മറ്റ് മേഖലകളിൽ പണിയെടുക്കാനായിട്ട് തൊഴിലാളികൾ തയ്യാറാവുന്നു. റീസൺസ് ഫോർ ദ ഡിക്ലൈൻ ഓഫ് അഗ്രികൾച്ചർ. കൃഷി പിന്നോക്കം പോയതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം? Increase in cost of production such as a seed fertilizer and cost of labor. Such as a seed fertilizer and cost of labor. വിത്തിൻ്റെയും വളത്തിൻ്റെയും തൊഴിലാളിയുടെയും ഉൽപാദന ചെലവ് ഇപ്പോൾ വർദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ ഇൻട്രസ്റ്റ് ഇൻ അതർ ഒക്കുപ്പേഷൻ ആൻഡ് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ അഗ്രികൾച്ചർ. മറ്റു തൊഴിലുകളോടുള്ള ആഭിമുഖ്യവും കൃഷിയോടുള്ള താല്പര്യക്കുറവും ജനങ്ങൾക്കുണ്ടാവുന്നു. ഇൻസ്റ്റെബിലിറ്റി ഓഫ് ഇൻകം ആൻഡ് ഇൻകം ഫ്രം അഗ്രികൾച്ചർ. കൃഷിയിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ അസ്ഥിരത. ഈ 3 കാരണങ്ങൾ കൊണ്ട് ആളുകൾ എന്ത് ചെയ്യുന്നു? കൃഷിയിൽ നിന്ന് മാറുന്നു. തൽഫലമായിട്ട് കൃഷി പിന്നോക്കം പോകുന്നു. കൃഷി പിന്നോക്കം പോയതിൻ്റെ കാരണങ്ങൾ ഇത് നമ്മുടെ 3ൻ്റെയും ഫിസിയോഗ്രാഫിക് ഡിവിഷൻ്റെ 3 ഒരു ടേബിളാണ്. ലോലാൻഡ് 0 to 7.5 മീറ്റർ വരെ. ഇവിടുത്തെ ക്രോപ്സ് കോക്കനട്ട്, പെപ്പർ, പ്ലാന്റൈൻ, പാടി. ക്ലൈമറ്റ് ഹോട്ടാണ്. ലാൻഡ് ഏരിയ 10% ലോലാൻഡ് ഉള്ളത്. മൊത്തം കേരളത്തിൻ്റെ 10% ലോലാൻഡാണ്. മിഡ്ലാൻഡ് 7.5 to 75 മീറ്ററാണ്. പാടി, കോക്കനട്ട്, പ്ലാന്റൈൻ, ടാപ്പിയോക്ക. കാലാവസ്ഥ എന്ന് പറയുന്നത് മോഡറേറ്റ് ആണ്. മോഡറേറ്റ് ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഹോട്ട് ആൻഡ് കോൾഡ്, രണ്ടിൻ്റെയും ഹോട്ടും ഉണ്ട് കോൾഡും ഉണ്ട്. അതുകൊണ്ടാണ് മോഡറേറ്റ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്. മിതമായ കാലാവസ്ഥ. 42% മൊത്തം ഭൂപ്രകൃതിയിലെ മിഡ്ലാൻഡ്. ഹൈലാൻഡ് എന്ന് പറയുന്നത് എബവ് 75 മീറ്ററാണ്. 75 മീറ്ററിന് മുകളിൽ. കാർഡമം, ടീ, കോഫി ആൻഡ് ജിഞ്ചർ. ഇവിടുത്തെ കാലാവസ്ഥ കോൾഡാണ്, തണുപ്പുള്ള പ്രദേശമാണ്. 48%.
മൊത്തം ഭൂപ്രകൃതിയുടെ 48% ഹൈലാൻഡാണ്. ഓക്കെ.